ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ക്ലാസ് പകുതി കാണിച്ച് ആ ഭാഗത്തിൽ നിന്നാണ് ഇന്ന് തുടരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മെഷീന് ഓയിലിടുന്ന കാര്യങ്ങളും അതിനെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന വിധവുമാണ്. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം സമ്പാദിക്കാനായിട്ട് നമുക്കൊരു ടൈലറിങ് പഠിക്കുകയാണെങ്കിൽ സാധിക്കും. അപ്പം വീട്ടിലിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ തയ്ക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം തയ്യൽ പഠിക്കുന്ന രീതികളും മെഷീൻ്റെ ഉപയോഗങ്ങളും മെഷീൻ സൂക്ഷിക്കുന്ന രീതി, മെഷീൻ്റെ പ്രോബ്ലംസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇത് ഓയിലിടുന്ന രീതിയാണ്. കാരണം ഓയിൽ എല്ലാ ഭാഗത്തും ഷട്ടിലിൻ്റെ ജോയിൻറ്റ് ഇവിടെയെല്ലാം ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റുകളിലെല്ലാം നമ്മൾ ഓയിൽ കൊടുക്കണം. വീക്ക്ലി 1 ടൈം എങ്കിലും നമ്മൾ കുറഞ്ഞത് 1 ടൈം വീക്കിലി ക്ലീൻ ചെയ്ത്, ദിവസവും ക്ലീൻ ചെയ്ത് അത്രയും നല്ലത്. പക്ഷേ സമയമില്ലാത്തവർക്കും കടകളിലും വീട്ടിലിരുന്ന് തന്നെ തയ്ക്കുന്നവർക്കൊക്കെ സമയം കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ഈ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് ഡസ്റ്റ് ഉണ്ടാകും. അതിപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഡസ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ തുണി മൂവ് ആവത്തില്ല, സൂചി കട്ടാകും, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മെഷീൻ എപ്പോഴും വൃത്തിയായി ക്ലീൻ ചെയ്ത് ഓയിലിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വൃത്തിയായിട്ട് മെഷീന് നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അപ്പം മാത്രമേ മെഷീൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാനായിട്ട് പാകമായി വരത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും തന്നെ എല്ലാ ജോയിൻറ്റിലും ഇവിടെ എല്ലാ ഓയിൽ ഇടണം. എല്ലാ ഭാഗത്തും തന്നെ ഇവിടെ കാണുന്ന എല്ലാ ജോയിൻറ്റുകളിലും നമ്മൾ ഓയിലിട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ട് താത്തി വെച്ച ശേഷം അതിൻ്റെ ഈ സ്ക്രൂ ഇതഴിച്ച് ഇതിലെല്ലാം ഓയിലിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത ശേഷം വേണം എല്ലാം ഓയിലിടാനായിട്ടും. ഇതിനെ നമ്മൾ നല്ലപോലെ ഓയിലിട്ട് മെഷീനിൽ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഓയിൽ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തുക. അപ്പം നമ്മൾ അതൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസം കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മെഷീൻ ക്ലീനിങ്ങും മറ്റുള്ള ചെറിയ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ മെഷീനിന് എങ്ങനെയാണ് ഓയിലിടുന്നതും അതുപോലെ തന്നെ അതിനെ വൃത്തിയായി സൂക്ഷിക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ സാധാരണ മെഷീൻ ഉണ്ടല്ലോ, സാധാരണ മെഷീൻ പവർ മെഷീനിലേക്ക് പോകാം. അതിലാണ് സാധാരണ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ മെഷീനിലാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ മെഷീൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. ഇതാണ് ആ മെഷീൻ. ആ മെഷീന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം രാവിലെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ബോബിൻ കേസ് എടുത്ത് അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന ത്രെഡെല്ലാം എടുത്ത് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് ഓയിലിടേണ്ട ആവശ്യമില്ല. ഇതിന് ഓയിൽ അതിനകത്ത് തന്നെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഓയിലിടേണ്ട ആവശ്യമില്ല. ഈ മെഷീന് ഒരു പ്രത്യേകതയാണ്, അത് ഓയിലിടാതെ തന്നെ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇതിന് ഓയിലിടുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഓയിൽ എങ്ങനെയാണത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാവോ? ഇപ്പം ഈ മെഷീൻ പൊക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഭാഗങ്ങൾ എല്ലാം ഇവിടെ കണ്ടോ, ഓയിൽ കിടക്കുന്നതുണ്ടോ? അതിൻ്റെ ആ ബോക്സിലാണ് ഓയിൽ കിടക്കുന്നത്. കണ്ടോ ഓയിൽ കിടക്കുന്നത്? അപ്പോൾ ഈ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡിലൂടെയാണ് ഓയിൽ മെഷീനിലോട്ട് വലിച്ചെടുക്കുന്നത്. ഇതിലൂടെയാണ് മെഷീനിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഷട്ടിൽ. ഇതാണ് ഈ മെഷീൻ്റെ ഷട്ടിൽ. ഇതിലെയാണ് ബോബിൻ കേസ് ഇടുക. ഇതിലെയാണ് നമ്മൾ ബോബിൻ കേസ് ഇതിൽ ഇട്ട് കൊടുക്കും. ഇതിലെങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ത്രെഡ് ബോബിനെ ചുറ്റിയ ശേഷം നമ്മൾ ബോബിൻ കേസ് ഇങ്ങനെ
ഈ ത്രെഡ് ഇതിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ ത്രെഡ് ഉണ്ടല്ലോ ഈ ഇതിലേ കൂടെ ഇങ്ങനെ വലിച്ച് ഈ ഹോൾസിലോട്ട് എടുക്കണം. ഉണ്ടോ? കാണാമല്ലോ. ഈ ഹോൾസിലൂടെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ കറക്കുമ്പോൾ ഇതിന് ത്രെഡ് വന്നോളും. അപ്പോൾ ആവശ്യമുള്ള നൂല് നമ്മൾ ഇങ്ങനെ ഇത്രയും നീളത്തിൽ വിടേണ്ട ആവശ്യമുള്ളൂ. ഇത് വിട്ട ശേഷം ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ടക്കെന്നൊരു സൗണ്ട് വരുന്നുണ്ട്. കണ്ടോ? ഇതെടുക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ഇങ്ങനെ ഇടുക. ഇവിടെ ഒരു കമ്പിയുണ്ട്. ഈ കാണുന്ന കമ്പിയാണ് ഈ ഹോൾസിലൂടെ ഇടുക. ഇട്ട ശേഷം ഇതിന് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ടക്കെന്ന സൗണ്ട് വരും. അങ്ങനെയാണ് ബോബിൻ കേസ് ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് മെഷീൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഈ മെഷീന് നമ്മൾ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മെഷീൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഇതിൻ്റെ പാർട്സ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് വർഷത്തിലൊന്ന് നമ്മൾ ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് പുതിയ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇതിന്. ഉണ്ടോ? ഓയിൽ കിടക്കുന്നതുണ്ടോ? നല്ല സ്പീഡ് മെഷീനാണ്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഫിനിഷിങ്ങിനും ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടും. ഇതാണ് ഫാക്ടറികളിലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻ. അപ്പം ഞാൻ ഇതിൽ ട്രെയിനിങ് എടുത്തുകൊണ്ട് എനിക്ക് ഈ മെഷീനാണ് നല്ലോണം സെറ്റായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മെഷീൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ മെഷീനിൽ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹെഡൊന്ന് നമ്മൾ താത്തി വെക്കുകയാണ്. ഹെഡ് ഇങ്ങനെ ഇച്ചിരി വെയിറ്റുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഹെഡ് താത്തി വെക്കുക. താത്തി വെച്ച ശേഷം അതിനെ നമ്മൾ കാണാമല്ലോ. മറ്റേ മെഷീനിൽ നമ്മൾ എങ്ങനെയാണോ നീഡിൽ ത്രെഡ് കോർത്തത് അതേപോലെ തന്നെ ഈ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീഡിൽ കോർക്കാൻ സാധിക്കും. സെയിം മെത്തേഡ് തന്നെയാണ്. രണ്ട് മെഷീനും സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ ബോബിനിൽ ഇങ്ങനെ ത്രെഡ് ഇടുക. ഇട്ട ശേഷം ഈ ത്രെഡ് ഇങ്ങനെ നമ്മൾ പിടിച്ച് അടിയിൽ നീഡിൽ ഇറക്കിയിട്ട് ഈ വീലുണ്ടല്ലോ, ഈ വീലിൻ്റെ ഇവിടെ പയ്യെ തിരിച്ചു കൊടുക്കണം. ഈ കൈ കാണാമല്ലോ, ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. ഇവിടെ പയ്യെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് പതുക്കെ ഈ നീഡിലേൽ ഈ അടിയിലെ ത്രെഡ് കയറി വന്നോളും. അപ്പം നമുക്കത് എടുത്ത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാകും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഒരു വേസ്റ്റ് പീസ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിൽ സ്റ്റിച്ച് ഇട്ട് നോക്കാം. എങ്ങനെയാണ് സ്റ്റിച്ച് ഇടുന്നത് മെഷീനിൽ എന്ന്. അപ്പം ഈ വേസ്റ്റ് പീസ് എടുത്ത ശേഷം അതിനെ ഒന്ന് 2 or 4 ആയിട്ട് മടക്കുക. 2 മടക്കിയാലും മതി. ഓക്കെ. അതിന് ശേഷം ഇതിന് പവർ മെഷീൻ ആയതുകൊണ്ട് സ്വിച്ച് ഇടാം. സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴാണ് ഓൺ ആവുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ ഈ നൂലുണ്ടല്ലോ, ഈ നൂലിൽ എപ്പോഴും ഒന്ന് കൈ പിടിക്കണം. കാരണം ഇത് മേലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കോർക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നൂലിങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കോർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നൂലിൽ പയ്യെ ഒന്ന് കൈ പിടിച്ചു കൊടുക്കണം. കൈ പിടിച്ചു കൊടുത്താൽ നമുക്ക് ഈ നൂല് കയറി പോകത്തില്ല. അപ്പോൾ നമ്മൾ പതുക്കെ കാലുണ്ടല്ലോ, ലെഗേലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാല് അതിൻ്റെ ഇത് കാലിവിടെ താഴെ ഭാഗത്ത് കാണാമല്ലോ, കാലിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ഈ ഷട്ടിലേൽ ഒന്ന് ഷട്ടിലല്ല പെഡലേൽ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റിച്ച് വീണോളും, മേലെ സ്റ്റിച്ച് വീഴും. അപ്പം 2 കൈ കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം.
ഇങ്ങനെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഇവിടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്യുന്ന സ്റ്റിച്ച് പതിയെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ്. ഈ മെഷീനെ തയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണമാണത്. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വരത്തില്ല. പക്ഷേ അറിഞ്ഞിരിക്കണം, മെഷീൻ ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. തന്നെയല്ല പവർ കൺട്രോൾ ഉണ്ടായിരിക്കണം. പവർ കൺട്രോൾ ഇല്ലെങ്കിൽ ഭയങ്കര അപകടം പിടിച്ച ഒരു സംഭവമാണ് ഈ മെഷീൻ. കയ്യെ നീഡിൽ കയറും. അപ്പം നീഡിൽ കയറാതെ ഒക്കെ സൂക്ഷിക്കുക. പെട്ടെന്ന് ടെൻഷനിലൊന്നും വന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ടെൻഷനൊന്നും ഇല്ലാത്ത സമയത്ത് സമാധാനമായിട്ട് വേണം നമ്മൾ പവർ മെഷീനിൽ, പ്രത്യേകിച്ച് ഈ വലിയ മോട്ടറുള്ള മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങളുടെ വീട്ടിൽ ചെറിയ മെഷീനാണ് ഉള്ളതെങ്കിൽ നിങ്ങളതിൽ ചെയ്താലും മതി. ഞാനിവിടെ ക്ലാസ് തരുന്നത് ഈ മെഷീനിലായിരിക്കും. അപ്പം ഞാൻ അഡ്വാൻസായിട്ട് ഇത് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 2 തരം സ്റ്റിച്ചിങ്ങാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. 2 തരം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് നമ്മൾ ഇടണം. അപ്പോൾ നമുക്കതിന് ബാലൻസ് വേണം. ചുമ്മാ ബെൻഡായിട്ട് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാര്യമില്ല. എവിടെ നമ്മൾ എന്ത് സ്റ്റിച്ച് ഇടുമ്പോഴും സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇടാൻ പഠിക്കണം. സ്ട്രെയിറ്റ് 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 സ്ട്രെയിറ്റ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാനായിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മെഷീനെ കൺട്രോൾ ചെയ്യുകയും വേണം. പവർ മെഷീനാണ് അല്ലെങ്കിൽ ലെഗ് മെഷീനാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വേണം മെഷീനെ കൺട്രോൾ ചെയ്യാൻ. മെഷീൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്റ്റായി വരത്തില്ല. വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾക്ക് എന്താ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലോർത്ത ശേഷം ആ രീതിയിൽ മനസ്സുകൊണ്ട് ഓർത്തിട്ട് തയ്ക്കുക. അപ്പം നമുക്കത് തന്നെ വന്നോളും. കണ്ടോ, ഇപ്പോൾ പോയിൻ്റാണ് ഞാനിവിടെ അടിക്കാനായിട്ട്. അപ്പം ഈ ടെൻഷൻ്റെ ഈ സൈഡിൽ ഒരു സ്റ്റിച്ചോ അല്ലെങ്കിൽ ഈ പീസ് എൻഡോ ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിൻ്റ് സ്റ്റിച്ച് വന്നോളും. കണ്ടോ, അത് ആണ് ഒരു സ്റ്റിച്ച്. ഇനി അടുത്ത സ്റ്റിച്ച് എഡ്ജിലടിക്കുന്നതാണ്. കിന്നാരി എന്ന് പറയും, ഇവിടെ കിന്നാരി സ്റ്റിച്ചിങ് എന്ന് പറയും, എഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയാം. ഇതിൻ്റെ എഡ്ജിൽ അല്ലെങ്കിൽ അരികിലടിക്കുക എന്ന് പറയും. അപ്പോൾ ഇതിന് ഇങ്ങനെ അരികിലടിച്ചിടുക. അത് ഒരേ ലെവലിലായിട്ട് അടിക്കണം. കൂടുതൽ വളച്ചും പൊളച്ചും പൈപ്പിങ്ങും അതൊന്നും വരാൻ പാടില്ല. ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടിക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ പറയുന്നത്. അപ്പം ഈ സ്റ്റിച്ചിങ് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മെഷീൻ ക്ലീൻ ചെയ്ത് ഓയിലിട്ട ശേഷം സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കുക. അത്രയും വരെ പഠിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അത്രയും ഏകദേശം മനസ്സിലായെങ്കിൽ ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അടുത്ത ദിവസം ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാകുന്ന ക്ലാസ്സാണ് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഉപകാരപ്രദമാകട്ടെ. ഓക്കെ, താങ്ക് യു.